ഹലോ മച്ചന്മാരെ, എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം. ഇന്ന് പ്ലെയിൻ റൂട്ട് പോകുന്നത് കോറിയിൽ നിന്ന് കമീഷക്കിയിലേക്കാണ്. റൂയിൻസ്, ഗാഡ്ക, സ്കൂള്, റസോക്കി ഒക്കെ വരുന്നു. ആദ്യം തന്നെ CG TRM ജമ്പ് ചെയ്തിരിക്കുകയാണ്. TRM ടീമുണ്ട്. CG വരുന്നു. കുഞ്ഞലി, ബാപ്പുട്ടി ആൻഡ് ടീം വരുന്നു. PBZന്റെ ടീമുണ്ട്. സാത്താൻ ബ്ലൈൻഡ് ടീമിൽ നിന്ന് പുതിയൊരു അംഗം കൂടി വന്നിട്ടുണ്ട്. ആരോ ആൻഡ് ടീം, NESന്റെ ടീമുണ്ട്. ടീം സോറോയുടെ ടീമാണ്. അത് കണക്കിന് അർജു ആൻഡ് ടീം വരുന്നു. CGയുടെ സെക്കൻഡ് ടീം. റോളക്സിന്റെ കൂടെ ഇന്ന് IQ ഉണ്ട്. ഡബർ ബോളിന്റെ ഡബർ ബോളിലെ പുതിയ മെമ്പറാണ്. വെൽക്കം. MT വിജയൻ, ദാസൻ, ആരോസ്, MS ഉണ്ട്. അംബാൻ ആൻഡ് ടോൾഡ് യു മാത്രമാകുന്നു ഇന്ന്. അംബാൻ ആൻഡ് ടോൾഡ് യു അവര് കൊച്ചിങ്കിയില് ഇതാ 1, 2, 3, 4 ടീമുകൾ വരുന്നു. കൊച്ചിങ്കിയില് 4 ടീം, 5 ടീം. റോളക്സിനെ ഫിനിഷ് ചെയ്യുന്നു. അംബാൻ റോളക്സിനെ തീർക്കുന്നു. റോളക്സിന്റെ കൂടെ IQ റാപ്പർ മാത്രമാകുന്നു. ഇതാ പുഷ് എടുക്കുന്നു. IQ റാപ്പറിനെ തീർത്തിരിക്കുന്നു. ഒരു ടീം ഫിനിഷ് ആവുന്നു. ഇവിടെ തൊട്ട് റൈറ്റ് സൈഡില് അർജു ആൻഡ് ടീം. കുണുവാവ ഇവിടെ നോക്കായി കിടക്കുന്നു. കുണുവാവയെ അടിച്ചിടുന്നു PBZന്റെ ടീം. ഇതാ കുണുവാവയെ റിവൈവ് ചെയ്യുന്നു. KL60 ഐക്കില്ലർ വർഷ തൊട്ടടുത്തുണ്ട്. ഐക്കില്ലർ വർഷയുണ്ട് സപ്പോർട്ട് കൊടുക്കാനായിട്ട്. വൈപ്പറുണ്ട് കൂടെ. അംബാൻ ടീം ടോൾഡ് യു 2 പേരും 1 കില്ല് വീതം. സിവിലിയൻ ടീം നോക്കുവാണെങ്കിൽ അവരിന്ന് സേഫ് ആയിട്ട് ഇറങ്ങാനുള്ള ശ്രമമാണ്. അതെ, സേഫ് ആയിട്ട് ഇറങ്ങുന്നു. സേഫ് ആയിട്ട് ഇറങ്ങി കളിക്കുന്നു. TRM സോറോ ആൻഡ് ടീമും സേഫ് ആയിട്ട് ഇറങ്ങുന്നു. തൊട്ടടുത്ത് ടീംസ് ഒന്നുമില്ല. അതെ, ടീമൊന്നുമില്ല. സേഫ് ആയിട്ട് ഇറങ്ങുന്നു. ടീം ആരോ ടീമിന്റെ അടുത്തോട്ട് വരികയാണെങ്കിൽ ഇതാ വൈപ്പർ PBZനെ അടിച്ചിടുന്നു. ഐക്കില്ലർ വർഷയുടെ ടീമാണത്. ഐക്കില്ലർ വർഷ കുണുവാവ ഇതാ ഫൈറ്റ് എടുക്കുന്നു. ഫൈറ്റ് എടുക്കുന്നു. ഇതാ വൈപ്പർ വീഴുന്നു. മുസാൻ PBZനെ വൈപ്പ് ചെയ്യുന്നു. അഗെയിൻ ഐക്കില്ലർ വർഷ ടീം. ഇവിടെ ഐക്കില്ലർ വർഷ ഫൈറ്റ് എടുക്കുന്നു. 2 കില്ല്. വൈപ്പർ 1 കില്ല് എടുത്തിരിക്കുകയാണ്. ടോൾഡ് യു ആൻഡ് അംബാൻ തൊട്ടടുത്ത് തന്നെ ഉണ്ട്. എന്നാ അവര് ഐക്കില്ലർ വർഷനെ നോക്കി വരുന്നു. അതെ, ടോൾഡ് യു അംബാനും ഐക്കില്ലർ വർഷം എടുത്ത്. ടോൾഡ് യു അടുത്തെത്തി കഴിഞ്ഞു. 1 HP ടീം നിൽക്കുന്നു. ടീം സോറോയില് CGയുടെ സെക്കൻഡ് ടീമിനെ അടിച്ചിടുന്നു. ഐക്കില്ലർക്ക് ഇവിടെ ഒരു ഫൈറ്റ് നടക്കുന്നതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് നോക്കാത്തത്. സോറോ ഫിനിഷ് ചെയ്തത് പറയാനുണ്ട്. അത് കണക്ക് തന്നെ ടോൾഡ് യു അംബാൻ ഫൈറ്റ് എടുക്കുന്നു. അംബാൻ മുകളിലൂടെ ഫൈറ്റ് എടുക്കാനുള്ള ശ്രമം. ഐക്കില്ലർ വർഷ 4 പേരും ഒരു വീട്ടിലാണ് കേട്ടോ. ഒരു വീട്ടില്. അതെ, വൈപ്പറിന് ലിറ്റ് കൊടുക്കുന്നു. ടോൾഡ് യു റൈറ്റ് സൈഡിൽ കുണുവാവയുണ്ട്. KL16 ഉണ്ട്. എന്നാൽ ടീം 10 ഫൈറ്റ് എടുക്കുന്നില്ല. ഒരു ഫൈറ്റ് തീരട്ടെ എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യാണ്. ഇതാ കുണുവാവ എടുത്ത് അംബാൻ എത്തിക്കഴിഞ്ഞു. ഐക്കില്ലർ വർഷം എടുത്ത് അംബാൻ എത്തിക്കഴിഞ്ഞു. CG അവരുടെ സെക്കൻഡ് ടീമിനെ ഫിനിഷ് ചെയ്യുന്നു. സോറോ ആൻഡ് ടീം സോറോ. വെനം ഗെയിമിങ്ങോ 1 മാൻ ഷോ. ഇന്ന് ബോസ്കോ ഗെയിമിങ്ങിന്റെ സ്ലോട്ടില് വെനം എക്സ് ഗെയിമിങ് മാത്രമാകുന്നു.
ദാസൻ ആൻഡ് വിജയൻ ടീം വെയിറ്റ് ചെയ്യുന്നു. ഡബിൾ ബോൾ ആൻഡ് ടീം അവരും വെയിറ്റ് ചെയ്യുന്നു. ഇന്ന് എല്ലാവർക്കും പോയിന്റ് അത്യാവശ്യമാണ്. അതെ, അർജുന്റെ എക്സ്റ്റോൺ നോക്കാവുന്നു. ഇവിടെ എക്സ്റ്റോൺ നോക്കാവുന്നു. അംബാൻ ആൻഡ് ടോൾഡ് യു സപ്പോർട്ട് കൊടുക്കാൻ സ്മോക്ക് ഇട്ട് കൊടുക്കുന്നു അർജു. അംബാൻ ടോൾഡ് യു. അംബാൻ ടോൾഡ് യു. ഓ മൈ ഗോഡ്. എക്സ്റ്റോണിനെ റിവൈവ് ചെയ്യാനുള്ള ശ്രമം. അതെ, എക്സ്റ്റോണിനെ റിവൈവ് ചെയ്യുന്നു. എക്സ്റ്റോൺ സേഫിൽ എത്തി കഴിഞ്ഞു. കുണുവ വാൻ ടീം ലെഫ്റ്റില്, അംബാൻ ടോപ്പിലാണ്. KL-16 അംബാന്റെ തൊട്ടടുത്തുണ്ട്. വർഷ ഐക്കില്ലർ വർഷ ബാക്ക് ഇറങ്ങുന്നു. ഐക്കില്ലർ വർഷ ബാക്ക് ഇറങ്ങുന്നു. വൈപ്പർ അത് ലൂട്ട് ഇല്ലാത്തത് കൊണ്ടാവണം ഐക്കില്ലർ വർഷ ബാക്ക് ഇറങ്ങിയത്. അതെ, ലൂട്ട് എടുക്കുവാണ്. കുണുവാവ ഉണ്ട്. കുണുവാവ ഫൈറ്റിലേക്ക് പോകുന്നു. ടോൾഡ് യു തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഇല്ല, കുണുവാവ ബാക്ക് ഇറങ്ങി. ടോപ്പിലാണെന്ന് മനസ്സിലായി. അംബാൻ ടോൾഡ് യു വെയിറ്റ് ചെയ്യുന്നു. ബാപ്പൂട്ടിയൊക്കെ തീർന്നു. ഫിനിഷ് ആയി കേട്ടോ. ബാപ്പൂട്ടി ആൻഡ് ടീം ഫിനിഷ് ആവുന്നു. MT ദാസൻ ആൻഡ് വിജയൻ ടീം ഫൈറ്റ് എടുക്കുന്നു. അതെ, ടീം സോറോയ്ക്കെതിരെയാണ്. അതെ, ടീം സോറോയ്ക്കെതിരെ MT ദാസൻ വരുന്നു. ഓ, ദാസന് ലിറ്റ് കൊടുക്കാനുള്ള PB നൂബിക്ക് ലിറ്റ് കൊടുക്കുന്നു ദാസൻ. ഇവിടെ ബ്ലൈൻഡിനെ ടീം ടോക്കിയോ ഇതാ ദാസൻ അടിച്ചിരുന്നു. നോക്കാവുന്നു. അതുപോലെ അവരുടെ ആരോയെ ഫിനിഷ് ചെയ്യുന്നു. ബ്ലൈൻഡ് ഫൈറ്റ് എടുത്തതാണത്. സോറോ കേറിയിരിക്കുന്നു. ബാക്കീന്ന് ഫൈറ്റ് വരുന്നു. സോറോയെ അവിടെ ഫിനിഷ് ചെയ്യുന്നു. ഓ മൈ ഗോഡ്, വണ്ടി പോയ ടീം ടൈക്കോ അവരുടെ വിജയൻ മാത്രമാകുന്നു. ദാസൻ നോക്ക്, MG നോക്ക് ആവുന്നു. ഇവിടെ ബ്ലൈൻഡ് ബാക്കിയുണ്ട്. സോറോയെ അവര് ഫിനിഷ് ചെയ്യുന്നു. സോറോ ഓപ്പണിൽ കടന്നതുകൊണ്ടാവണം. ബ്ലൈൻഡ് അതേ, ബ്ലൈൻഡ് റൈറ്റ് സൈഡ് ഫ്ലാങ്ക് ചെയ്യുന്നു. വിജയൻ റിവൈവ് ചെയ്യാണ്. അതെ, വിജയൻ നോക്ക്. അവിടെ വിജയൻ നോക്ക്. ദാസൻ റിവൈവ് ആയിട്ടുണ്ട്. ദാസൻ സ്മോക്ക് ഇട്ട് 1 HP നിൽക്കുവാണ് ദാസൻ. എന്നാ ഹീൽ ചെയ്യുന്നു. ദാസൻ ഷോർട്ട് റേഞ്ചില് എന്റെ മോനെ. ദാസൻ വിജയൻ ടീം ഇവിടെ ഫിനിഷ് ആവുന്നു. ബ്ലൈൻഡ് അവരെ ഫിനിഷ് ആയി. വീണ്ടും ബ്ലൈൻഡ് അവിടെ. ഡബിൾ ബോൾ ആൻഡ് ടീം നോക്കുകയാണെങ്കിൽ അർജു ആൻഡ് ടീമിൽ അക്കു അവര് അംബാനെതിരെ വെയിറ്റ് ചെയ്യുന്നു. ടോൾഡ് യു പുഷ് എടുക്കുന്നു. ടോൾഡിന് ഫയർ കൊടുക്കുന്ന അർജു ടോൾഡ് യു ഫിനിഷ് ആക്കുന്നു. അക്കു മാത്രമാകുന്നു ഇവിടെ. ടോൾഡ് യുവിന് നേരെ അക്കു മാത്രം.
അംബാൻ വൈപ്പർ അംബാന്റെ വൈപ്പറിനെ ഇടുന്നു. അതെ, വൈപ്പറിനെ അടിക്കുന്ന പൊസിഷനിൽ തന്നെ അതെ അംബാന്റെ ഷോട്ട് വരുന്നു. ഓ KL-16 കവർ കൊടുക്കാനുള്ള ശ്രമം. അതെ ഐക്കിലർ വർഷം അവിടെ റിവൈവ് ചെയ്യാനായിട്ട് കയറി കഴിഞ്ഞു. അതെ ഇല്ല, അവിടെ ഫിനിഷ് ആയോ? അതെ വൈപ്പർ ഫിനിഷ് ആയിരിക്കുന്നു. ഐക്കില്ലർ റിവൈവ് ചെയ്യാൻ പോയെങ്കിലും അവിടെ ഫിനിഷ് ആയിരിക്കുകയാണ്. ടോൾഡിയോ ഒരു ടീമിന്റെ അടുത്ത്, അംബാൻ മറ്റൊരു ടീമിന്റെ അടുത്ത്. ടോൾഡിയോ അക്കുവിനെ നോക്കുന്നു, അക്കു ആ ടീമിനെ നോക്കുന്നു, ഫിനിഷ് ചെയ്യുന്നു. അക്കു ഫൈറ്റ് കൊടുക്കുന്നുണ്ട് കേട്ടോ, ടോൾഡിയോന് നല്ല രീതിയിൽ ഫൈറ്റ് കൊടുക്കുന്നുണ്ട്. അതെ അംബാൻ ബാക്ക് ഇറങ്ങി, അംബാൻ ബാക്ക് ഇറങ്ങി. റൈറ്റ് സൈഡിലെ ടീമിനെ ആദ്യം തീർക്കാമെന്ന് ടോൾഡിയോ പറഞ്ഞു കാണണം. അതുകൊണ്ട് അംബാൻ ബാക്ക് ഇറങ്ങുന്നു. അക്കു വരുന്നു. ഓ ഫിനിഷ് ആവുന്നു. ഷോർട്ട് റേഞ്ച് അംബാൻ ചെന്നെങ്കിലും ടോൾഡിയോ അവിടെ കില്ലെടുക്കുന്നു. ഐക്കില്ലർ വർഷം ടീം അവിടെ വെയിറ്റ് ചെയ്യുന്നു. CG സിവിലിയനെയൊക്കെ നോക്കാം. CG സിവിലിയനൊക്കെ ഇന്ന് ഫൈറ്റ് എടുക്കുന്നില്ല, അവർ വെയിറ്റ് ചെയ്യുന്നു. അവർ സോണിലേക്ക് വരുന്നു. അതെ ഇന്ന് ഫസ്റ്റ് അവർ ഫൈറ്റ് എടുക്കുന്നില്ല. CG സിവിലിയന് സപ്പോർട്ട് കൊടുക്കാനായിട്ട് ടീം അംഗങ്ങൾ തൊട്ട് ബാക്കിലുണ്ട്. സ്നാക്സ് വണ്ടി എടുക്കുന്നതേ ഉള്ളൂ. റൈസൻ ഉണ്ട്, നിക്ക് കൂടുണ്ട്. റൈസനും നിക്കും ഒരു വണ്ടിയില്. സിവിലിയൻ ഫ്രണ്ടിൽ പോകുന്നു. സ്നാക്സ് തൊട്ട് ബാക്കിൽ തന്നെ വരുന്നുണ്ട്. സിവിലിയനൊക്കെ ഫൈറ്റ് ഉള്ളിടത്തൊക്കെ പോവുകയാണ് കേട്ടോ, എല്ലായിടത്തും തിരക്കി നോക്കുന്നുണ്ട്, ഫൈറ്റ് വരുന്നില്ല. അത് കണക്ക് തന്നെ TRMന്റെ പ്ലേയേഴ്സ് ഇതാ സോണിലേക്ക് വരുന്നു. ഇസ നമ്മള് ബാൾസിന്റെ ടീമിലുള്ളതാണ് ഇസ കേട്ടോ. ഇസ മാത്രം മാറി ഇറങ്ങി കളിക്കാണോ എന്താണ്? അതെ ഇസ ലോങ്ങിലാണോ? ഇസ മാത്രമാകുന്നു. ഇസ മാത്രം ലോങ്ങിൽ ഇറങ്ങി മാറി കളിക്കുകയാണ്. ഡബിൾ ബാള് വരുന്നു. വെനം ഗെയിമിങ്ങിന്റെ തൊട്ടടുത്ത് തന്നെ ടീംസ് ഉണ്ട്. NESന്റെ ടീമായിരുന്നു, എന്നാൽ സ്കൂളിൽ കൊത്തുന്നില്ല. വെനം ഗെയിമിങ്ങിനെ സ്പോട്ട് ചെയ്യുന്നു. ടീം എക്സ്റ്റോൺ ആരോ അടിച്ചു കയറി വാ ഇതാ അവരെടുത്ത് TRMന്റെ ടീം വരുന്നു. TRMന്റെ പ്ലേയേഴ്സ് തൊട്ടടുത്ത് തന്നെ ഉണ്ട്, തൊട്ട് ഓപ്പോസിറ്റ് തന്നെ ഉണ്ട്. അവര് വെയിറ്റ് ചെയ്യുന്നു. ദീനു ആൻഡ് ടീമിനെ നോക്കാം. ദീനു ആൻഡ് ടീമും വെയിറ്റ് ചെയ്യുന്നു. തൊട്ടടുത്ത് ടീം ഉണ്ടോ നോക്കാം. തൊട്ടടുത്ത ടീമൊന്നുമില്ല, സേഫ് ആയിട്ട് നിൽക്കുന്നു. സേഫ് ആണ്. ഇവിടെ അംബാൻ ആൻഡ് ടീമിന്റെ അടുത്ത് മാത്രം ടീമുണ്ട്, അവര് മാത്രം ഫൈറ്റിലേക്ക് വരുന്നു. അംബാൻ ആൻഡ് ടീം ബാക്ക് ഇറങ്ങി. രണ്ടുപേരും 3 കില്ല് വെച്ച്. ടോൾഡി 3, അംബാൻ 3 കില്ല്. ഐക്കില്ലർ വർഷം ടീമിനെ നോക്കാം. KL-16 ഉണ്ട്. ഐക്കില്ലർ വർഷ 2 കില്ല്. വൈപ്പർ അവിടെ ഫിനിഷ് ആവുന്നു. കുണുവാവ ലോങ്ങിൽ ഇതാ ടോൾഡ്യൂ ഓപ്പണില്. അതെ ഫൈറ്റ് എടുക്കുന്നില്ല, വെയിറ്റ് ചെയ്യുന്നു. അതെ വെയിറ്റ് ചെയ്യാണ്. കുണുവാവ ഇതാ ഫൈറ്റ് എടുക്കാൻ പോകുന്നു. ഷൂട്ട് എടുക്കുന്നില്ല, വെയിറ്റ്. എന്താണ് കുണുവാവ അവിടെ വെയിറ്റ് ചെയ്യുന്നു. ടോൾഡിയോ അംബാൻ കിടന്ന് ഓടുന്നത് രസിച്ച് നോക്കുവാന്ന് തോന്നുന്നു. റബ്ബർ ബാള് സോണിന് പുറത്ത്. വെനം ഗെയിമിങ്ങും വെയിറ്റ് ചെയ്യുന്നു. അതെ NES ഗെയിമിനെ നോക്കിയാണ് വെനം ഗെയിമിന്റെ പോക്ക്. അതെ കുണുവാവെ സ്പോട്ട് ചെയ്തിരിക്കുന്നു ടോൾഡിയു. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയാണ്. കുണുവാവ കവറിൽ കയറി.
സപ്പോർട്ട് കൊടുക്കാൻ ടീമുകൾ വന്നു കഴിഞ്ഞു. അമ്പാൻ റൈറ്റ് സൈഡിലൂടെ ഫ്ലാങ്ക് ചെയ്യുന്നു. കുണുവാവെ നോക്കി, കുണുവാവ ഐക്കില്ലർ വർഷേനെയും ടീമിനെയും നോക്കി ഇതാ അമ്പാൻ വരുന്നു. റൈറ്റ് സൈഡിലൂടെ ഫ്ലാങ്ക് ചെയ്യുന്നു. ലെഫ്റ്റ് സൈഡിൽ സപ്പോർട്ട് കൊടുക്കുന്നു. ലെഫ്റ്റ് സൈഡിൽ സ്പോട്ട് ചെയ്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് ടോൾഡി അവിടെ അവരെ ദിശ മാറ്റുവാണ് കേട്ടോ. പക്ഷെ അവിടെ 3 പേരുണ്ട്. കുണുവാവനെ മാത്രമാണ് അവിടെ ടോൾഡി സ്പോട്ട് ചെയ്തേക്കുന്നത്. ഐക്കില്ലർ വർഷ ലൂട്ടിങ്ങിലാണ്. അതെ, ലൂട്ടിങ്ങിലാണ്. KL-16 അംബാനെ സ്പോട്ട് ചെയ്തിട്ടില്ല. അംബാൻ ഇതാ ഫൈറ്റിലേക്ക് വരുന്നു. അത് അംബാൻ ഐക്കില്ലർ വർഷനെ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. സ്പോട്ടിൽ അടിച്ചിരുന്നു. നോ വെയിറ്റിംഗ് ഓൺലി ഫൈറ്റിംഗ് എന്നുള്ള രീതിയിൽ ഇതാ അംബാൻ അംബാൻ വീഴുന്നു. അംബാനെ ഫിനിഷ് ചെയ്തു. ഓഹോ, ഇതാ അവരെ പ്ലാൻ ഇവിടെ സക്സസ് ആവുന്നില്ല. സക്സസ് കാണാതെ പ്ലാൻ സക്സസ് ആവാതെ പോവുകയാണ്. അതേ, ലെഫ്റ്റിലൂടെ ടോൾഡ്യൂ കേറുകയാണ്. അവിടെ ഐക്കില്ലർ എന്റെ മോനെ KL-16 ഇതാ ടോൾഡ്യൂ അംബാനെ ഫിനിഷ് ചെയ്തു. ഇത് വെയിറ്റിംഗ് ഗെയിമിംഗ്. കുണുവാവ 1 കില്ല്, KL-16 1 കില്ല്, ഐക്കില്ലർ വർഷ 2 കില്ല്. വൈപ്പർ ഫിനിഷ് ആവുന്നു അവിടെ. മാംബ RDF ഡിമോസ് ടീമാണ്. ഡിമോസിന്റെ ടീമാണ് ഇവരൊക്കെ. ഡിമോസിന്റെ ഇവോസ് അല്ലായിരുന്നു. ഇവോസ് ഇല്ല കേട്ടോ, അവർക്ക് ഇവോസ് ഇല്ല. അതിന് പകരം വന്നിരിക്കുന്ന മാംബയാണ്. എത്തിക്ക് RDF, ഡിമോസ് RDF. സിവിലിയൻ 1 കില്ല്. അതെ, സിവിലിയൻ ഫൈറ്റ് എടുത്ത് തുടങ്ങിയിരിക്കുന്നു. ഇവിടെ TRMന്റെ ബ്ലഡ് തീർന്നു കേട്ടോ. TRMന്റെ ബ്ലഡ് ഫിനിഷ് ആയിരിക്കുന്നു. TRMന്റെ സോറോ ലോങ്ങിലാണ്. ട്രൈ ഔട്ട്. അത് സ്പ്ലിറ്റായി കളിക്കുകയാണ്. ടീം CG വെയിറ്റ് ചെയ്ത് കളിക്കുന്നു. അവർ ഫസ്റ്റ് 1ാം സ്ഥാനം ഉറപ്പിക്കാനുള്ള വെയിറ്റിംഗ് ആണ്. അവർ ടോൾഡ്യൂവിനെ അല്ലെങ്കിൽ TRMനെ ആയിട്ടാണ് ഫൈറ്റ് പ്രതീക്ഷിച്ച് നിൽക്കുന്നത്. ടോൾഡ്യൂ ആൻഡ് ടീം ഇന്ന് തീർന്നിരിക്കുന്നു. ആരോ ആൻഡ് ടീം വരുന്നു. NES ഇന്ന് എല്ലാവരും ഒന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കണം ഒന്ന് വെയിറ്റ് ചെയ്ത് കളിക്കുന്നു. നമ്മള് ടോബി ആൻഡ് ടീം കഴിഞ്ഞു. ടോബി 23 അത് ടോബി ഒക്കെ ഉണ്ടല്ലോ. ടോബി ഉണ്ട്, നമ്മളെ കുട്ടി പയ്യനുണ്ട് ഇതിനകത്ത് നിന്ന്. കുട്ടി പയ്യൻ ജെനിസ്റ്റു എന്നുണ്ട്. ടോബിയുടെ ഒപ്പം ജെനിസ്റ്റു ഉണ്ട്. ഇവിടെ വെനം ഗെയിമിംഗ് ഉണ്ട്. വെനം ഗെയിമിങ് ഫുള്ള് റൈഡിങ് ആണ് കേട്ടോ. എനിക്കൊന്നും ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് ഇതെല്ലാം അറിയാം. അടിച്ചു കയറുവായ സിവിലിയൻ വീഴ്ത്തുന്നു. അടിച്ചു കയറുവാ മോനെ സിവിലിയൻ. ലോങ്ങില് ഫൈറ്റ് എടുക്കുന്നു. അതെ, സ്പോട്ടിൽ തന്നെ അവർ ഫൈറ്റ് എടുക്കാനായിട്ട് പോവുകയാണ്. അവർ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു. ഫൈറ്റിങ് വെയിറ്റ് ചെയ്തിരുന്നു. സിവിലിയൻ സപ്പോർട്ട് കൊടുക്കുന്നില്ല. അവർ കാറിൽ പുഷ് ചെയ്യാനുള്ള, കാറിൽ പോയാൽ മതി എന്നുള്ളത് ഇതിനാണ്. സിവിലിയൻ കയറുന്നില്ല. സിവിലിയൻ സ്നാക്സ് സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞു. സ്നാക്സ് ഫൈറ്റ്. എന്റെ മോനെ ഇവിടെ സ്നാക്സ് എത്തിക്കഴിഞ്ഞു. അതേ കണക്ക് തന്നെ ടീം സോറോടെ ബ്ലൈൻഡ് ഒക്കെ തൊട്ടടുത്തുണ്ട്. അടിച്ചു കയറി റിവൈവ് ആയി കഴിഞ്ഞു.
സ്നാക്സിന്റെ നീഡിൽ വീഴുന്നില്ല. സിവിലിയൻ ആ ടീം എത്തിക്കഴിഞ്ഞു. സ്നാക്സിന് സപ്പോർട്ടുമായിട്ട് സിവിലിയൻ, നിക്ക്, ആരോട് ശ്രമം അവിടെ പാഴാവുന്നു. മൊത്തത്തിൽ കളിക്കുന്നു. സ്നാക്സ് എന്റെ മോനെ ഇവിടെ ഷോർട്ട് റേഞ്ചിൽ ഫൈറ്റ് എടുക്കുന്നു. നിക്ക്, നിക്ക് എഗെയിൻ നിക്ക്. റൈസൻ ആണ് അവിടെ സപ്പോർട്ട് കൊടുത്തത്. അതെ, വീണ്ടും ഒരു ടീമിനെ ഫിനിഷ് ചെയ്യുന്നു. സിവിലിയൻ 3 കില്ല്. റൈസ് സപ്പോർട്ട് കൊടുക്കുന്നു. റൈസൻ, നിക്ക് സപ്പോർട്ട് കൊടുത്തിരുന്നു. സ്നാക്സ് സ്പോട്ടിൽ തന്നെ ഫൈറ്റ് എടുക്കും. തൊട്ടടുത്ത് ബ്ലൈൻഡ് ഉണ്ട്. ബ്ലൈൻഡ് അവരെ സ്പോട്ട് ചെയ്തു. ഷോർട്ട് റേഞ്ച്, അതെ ബ്ലൈൻഡ് വീഴുന്നു. ഷോർട്ട് റേഞ്ച് അതൊരു തന്നെ ആയി പോയി. ബ്ലൈൻഡ് കാണിച്ചത് അതെ ഷോർട്ട് റേഞ്ച് ഫൈറ്റ് എടുക്കാൻ. സിവിലിയൻ അഗെയിൻ ഒരു ടീം ഇവിടെ ഫിനിഷ് ആവുന്നു. സിവിലിയൻ 5 കില്ലുമായിട്ട് സിവിലിയൻ ഈസ് ബാക്ക്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് സിവിലിയൻ കില്ലുകൾ എടുക്കുന്നത്. സ്റ്റംബർ ബോൾ ഇവിടെ 3 കില്ല് കേട്ടോ. സ്റ്റംബർ ബോൾ 3 കില്ല്. ബോൾസ് ടീമിലെ സ്റ്റംബർ ബോൾ 3 കില്ല്. ഇതൊക്കെ കില്ലില്ല. റബ്ബർ ബോളിനും 0 കില്ല്. കുണുവാവ 1 കില്ല്. KLC അവര് മറ്റേ അമ്പാനായിട്ടുള്ള ഫൈറ്റ് ആ ഒരു കില്ല് മാത്രമാണ്. നോക്കാവുന്നു. എന്റെ മോനെ ഇവിടെ ബ്ലൈൻഡ്, അത് സാത്താന്റെ ടീമാണ് കേട്ടോ. സാത്താന്റെ ടീമിന്റെ പ്ലെയർ ആണ്. സാത്താന്റെ ടീമിന്റെ അത് സാത്താൻ മാത്രം ബാക്കി. സാത്താൻ എന്താണ് കാണിക്കുന്നത്? സ്വയം ചാവുകയാണോ? പാനിക്കാവാത്ത സാത്താന് പാനിക്കായി ഓടി മോളിലൊക്കെ കയറി വന്നിട്ട് അതെന്താണ് സാത്താനെ കാണിക്കുന്നത്? അയ്യേ വിഡ്ഢിമോശം. സാത്താൻ ഇന്ന് കിടിലൻ കളിയൊക്കെ കാഴ്ചവെക്കുമെന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത് കേട്ടോ. സാത്താൻ ഇന്ന് ബാക്കിയുള്ള ടീംസിനെയൊക്കെ വെല്ലുവിളിച്ച് നൈസ് ഫൈറ്റ് എടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നാ സാത്താൻ അവിടെ വിഡ്ഢിമോശം കാണിക്കുന്നു. ബുദ്ധിമോശം കാണിച്ച് ഡിമോസിന് 3 കില്ല്. എക്സ്ക്ലോപ്പ് മൊത്തം RDF എക്സ്ക്ലോപ്പ് 2 കില്ല്. മാംബെ വരുന്നു 2 കില്ല്. RDF എത്തിക്കല്ലേ? അതെ, എത്തിക്ക് 1 കില്ലാണ്. RDFന്റെ ടീം ഇതാ സാത്താനെയും ടീമിനെയും വൈപ്പ് ചെയ്യുന്നു. ഒരു ടീമിൽ കളിച്ചിട്ടുള്ള പ്ലേയേഴ്സ് പരസ്പരം കണ്ടുമുട്ടിയപ്പോൾ സാത്താനെ ഊക്കിയടിച്ചു. അടിച്ചൂക്കിയാണ് ആ സാത്താനെ വിട്ടത്. ലോബിയിൽ വരുമ്പോ കളിയാക്കാനുള്ള എല്ലാ ഇതുമായി കഴിഞ്ഞു. അതണക്കെ സ്നാക്സ് ആൻഡ് ടീമിനെ നോക്കിക്കഴിഞ്ഞാൽ അവർ അടുത്ത ഫൈറ്റ് വെയിറ്റ് ചെയ്യുന്നു. അവർ തിരിച്ച് സോണിലേക്ക് വരുന്നു. ഇസാൻ ടീം കുണുവാവനെ അടിക്കുന്നു. അതെ, കുണുവാവ ലിറ്റ് ആവുന്നു. അത് അടി മൊത്തം ആ വണ്ടിയിലാണ് വണ്ടി അതെ. ബാക്കിൽ സിവിലിയൻ ടീം വരുന്നു. തൊട്ട് ബാക്കിൽ സിവിലിയൻ ടീം കുണുവാവേനെ അടിച്ചിടുന്നു. എന്റെ മോനെ ഇത് ഫൈറ്റ്. കുണുവാവയ്ക്ക് സപ്പോർട്ടില്ല. KL16 വെയിറ്റ് ചെയ്യുന്നു. KL16 തൊട്ട് ഫ്രണ്ടിലാണ്. TRMന്റെ സോറോ. ഇതാ ഒരു നോക്ക്. 1 പ്ലെയർ ലിറ്റ് ആവുന്നു. എഗെയിൻ നീഡ് വരുന്നു. സോറോയുടെ നീഡ് വരുന്നു. അതെ, ഫിനിഷ് ചെയ്യുന്നു. ആ കില്ല് ഫിനിഷ് ചെയ്തില്ല. 1 സോറോ നീഡ് ഗെയിം. എന്റെ സോറോ കിടില. TRM സോറോ നീഡ് ഗെയിമിങ്. എന്റെ പൊന്നു, ആ നീഡില് തീരുന്നു പ്ലേയേഴ്സ്.
ട്രൈ ഔട്ട് അവിടെ ലിറ്റിടുന്നു. വീട് തീരുന്നു. ടോബി ആൻഡ് ടീം വന്നിരിക്കുന്നു. ജിനിസ് ഇതാ സിവിലിയനെ നോക്കി വെയിറ്റ് ചെയ്യുന്നു. സിനിസ്റ്റു ലിറ്റ്. ടോബി വെയിറ്റ് ചെയ്യുന്നു. ടോബി സിവിലിയനൊക്കെ നോക്കിയാണ്. എന്നാ സോണിന് പുറത്താണ്. സോൺ ഇല്ല. റൈറ്റ് സൈഡിലൂടെ സോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. സിവിലിയനൊക്കെ ടോബിനെ നോക്കി വെയിറ്റ് ചെയ്യുന്നു. ജിനിസ്റ്റു 1 HP ടോബിക്ക് നേരെ കിട്ടുന്നില്ല. സ്നാക്സ് ആണ് അവിടെ കിടന്നടിച്ചോണ്ടിരിക്കുന്നത്. സ്നാക്സ് കിട്ടുന്നില്ല. കവറുണ്ട്. ടോബി കവറിലാണ്. റൈറ്റ് സൈഡിലൂടെ കയറാനുള്ള ശ്രമം. അതെ, തൊട്ട് താഴെ TRMന്റെ പ്ലേയേഴ്സ് വരുന്നു. അതെ, എന്റെ മോനെ ഇവിടെ ഫൈറ്റ്. ടോബി ആൻഡ് ടീം തീരുന്നു. TRMന്റെ സോറോ അഗെയിൻ. 3 കില്ല്. ടോബി ആൻഡ് ടീമിനെ ഫിനിഷ് ചെയ്തത് സോറോ. ജനിച്ചു ഇന്ന് 1 vs 4 ഒക്കെ എടുക്കുമെന്നൊക്കെയാണ് പറഞ്ഞത്. സാത്താൻ്റെ അടുത്ത് അനക്കമില്ല. എടാ, സ്റ്റംബർ ബോൾ ഇവിടെ 4 കില്ലാവുന്നു. റബ്ബർ ബോള് നോക്കാണ് കേട്ടോ. റബ്ബർ ബോള് നോക്ക്. എക്സ്പ്ലോപ്പിയൊക്കെയാന്ന് തോന്നുന്നു മേളില്. അതെ, എക്സ്പ്ലോബിൾ സോണിന് പുറത്താണ്. ഓ, വണ്ടിയുടെ ടയർ പൊട്ടി വണ്ടിയായിട്ട് ചെന്ന് കയറുന്നത് ബാൾസ് ടീമുണ്ട് അവിടെ. അതേ കണക്കിന് അതെ, ബാൾസ് ടീമിന്റെ അടുത്ത് വീഴുന്നു. എക്സ്പ്ലോബി കയറാൻ പറ്റുന്നില്ല. മാംബെ എങ്ങനെയൊക്കെ സ്റ്റംബർ ബോളിന്റെ അടുത്ത് സ്റ്റംബർ ബോളിനെ തീർക്കുന്നു. എക്സ്പ്ലോബി അവിടെ നോക്കാണ്. ഫിനിഷ് ആവും. സ്റ്റംബർ ബോൾ അല്ലേ? ഒരു കില്ല്. ഇച്ച അവിടെ അടിച്ചിരുന്നു. ഇച്ചാനെ ഇവിടെ ഡബർ ബോൾ ഉണ്ട്. ബാക്കി മാംബേനെ നോക്കി ഡബർ ബോള്. സോണിന് പുറത്തായോണ്ടായിരിക്കും ഫൈറ്റ് എടുക്കാതെ. മാംബേനെ അടിച്ചിടുന്നു. ഡബർ ബോൾ. ഇതാ ഫൈറ്റ്. സോണിൽ കയറാനുള്ള ഡബർ ബോളിന്റെയും ശ്രമം. തൊട്ടുമേളിൽ തന്നെ സിവിലിയൻ ടീം TRMനുമായിട്ട് ഫൈറ്റ്. TRM സിവിലിയൻ. 3 കളിയിലും ഫിനിഷ് ചെയ്ത ടീം സോണിന് പുറത്ത്. സോണിനകത്ത് സിവിലിയൻ ടീം വെയിറ്റ് ചെയ്യുന്നു. ഡബർ ബോൾ ആൻഡ് ടീം നീന്തി കരക്കി കയറാനുള്ള ശ്രമം. സിവിലിയന്റെ സോറോ വരുന്നു. അതേ, സോണിനകത്താവുന്നു. സോണിനകത്ത് ഡബിള് വരുന്നു. ഡബിള് സോണിന് പുറത്ത് തന്നെയാണ്. അതെ, ഈ വണ്ടിയുമായിട്ട് പോയി കഴിഞ്ഞാൽ ഡബിള് കൺഫേം ആയിട്ടും സോണിന് പുറത്ത് വീഴും. റൈറ്റ് സൈഡില് ഡബർ ബോളും ഉണ്ട്. ഉള്ള സ്മോക്ക് എല്ലാം വാരി ഇടുവാണ്. കവർ ചെയ്യാനായിട്ടായിരിക്കണം. സിവിലിയൻ ആൻഡ് ടീമിന് സോൺ ഇല്ലായിരുന്നു. സോൺ ഇല്ലാതെ സപ്പോർട്ട് കൊടുക്കുന്നു. റിവെഞ്ച് ചെയ്യുന്നു. സിവിലിയൻ റിവെഞ്ച് എടുക്കുന്നു. ഡബർ ബോള് 1 HP, റബ്ബർ ബോള് 1 HP അവര് ഫിനിഷ് ആക്കുന്നു. നല്ല സപ്പോർട്ട് കൊടുത്ത് സിവിലിയന് നല്ല സപ്പോർട്ട് കൊടുക്കുന്നു. റബ്ബർ ബോളിനെ നോക്കിക്കൊണ്ട് സിവിലിയൻ. എന്റെ മോനെ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്. റബ്ബർ ബോൾ ഇത് എന്താണ്? നീഡിങ് ഗെയിമോ? റൈസൻ 1 HP. റബ്ബർ ബോൾ മാത്രം. ഇവിടെ സിവിലിയൻ കയറുന്നു.
ടീം റബ്ബർ ബോൾ ഫിനിഷ് ആവുന്നു. സിവിലിയൻ ഇതാ TRMന്റെ ഡെവിൾ മാത്രം. സോറോ അവിടെ നോക്കാണ്. സോറോയെ ഫിനിഷ് ചെയ്യാൻ വരുന്നു ടീം. ഡെവിളിന് അതിന്റെ മേളിൽ കയറി എനിക്ക് തോന്നുന്നു അവരെ അടിക്കായിരിക്കും. എന്നാ കവർ എടുക്കുവാണ്. സ്നാക്സ് പെയ്യ നിന്ന് സാവധാനം ഡ്രിങ്ക് ഒക്കെ അടിച്ച് വെയിറ്റ് ചെയ്യുന്നു. 1 man പ്ലേ, അതും സിവിലിയൻ ആൻഡ് ടീമിനോട്. ഇന്ന് ഡെവിൾ TRMനോട് പ്രതികാരം ചെയ്ത് സിവിലിയൻ ആൻഡ് ടീം കാർണേജ് പ്രതികാരം ചെയ്യുന്നു TRMന്റെ കൂടെ. ഓ മൈ ഗോഡ്, ഇവിടെ ആർക്കും സോൺ ഇല്ല എന്നുള്ളതാണ്. ഓപ്പണിൽ വരേണ്ട അവസ്ഥയാണ്. സിവിലിയൻ വെയിറ്റ് ചെയ്യുന്നു. അതെ, സിവിലിയൻ സ്പോട്ട് ചെയ്തു. സിവിലിയൻ മാത്രം എല്ലാവരും സ്പോട്ട് ചെയ്തോ? അത് ഓപ്പണിൽ കണ്ടു കേട്ടോ. TRMന്റെ ഡെവിള് പുല്ല് കൊടുക്കത്തില്ലെന്നാണ്. ഇല്ല, ലൈഫ് അടിക്കുന്നുണ്ട് കേട്ടോ. എന്റെ മോനെ, ലാസ്റ്റ് ഫൈറ്റ് ഇല്ലാതെ TRMനോട് പ്രതികാരം ചെയ്ത് കാർണേജ് ഡബിൾ ബോള് ഫിനിഷ് ചെയ്യുന്നു. എക്സ്ക്ലോപ്പയൊക്കെ സോണിന് പുറത്തായി പോകുന്നു, സോണിൽ പെടുന്നു. ഇതാ TRMന്റെ പ്ലേയേഴ്സിനകത്ത് ട്രൈ ഔട്ട് 2 കില്ല്, ഡെവിള് ബ്ലഡ് ആദ്യം തന്നെ തീരുന്നു. 0 കില്ല് വീതമാണ്. സോറോ 3 കില്ല്, സ്നാക്സ് ഇന്ന് 2 കില്ലെടുത്തു. നിക്ക് സപ്പോർട്ട് കൊടുത്തു, 0 കില്ലാണ്. റൈസൻ 3 കില്ല്, സിവിലിയൻ 8 കില്ല് ഇന്ന് എടുത്തിരിക്കുന്നു. ഇസ 1 കില്ല്, പുതിയ നമ്മളെ പ്ലെയർ ആണ്. ഡബിൾ ബോള് 1 കില്ല്, സ്റ്റംബർ 4 കില്ല് എടുത്തിരിക്കുന്നു. റബ്ബർ ബോള് 0 കില്ല്, RDF എത്നിക് 1 കില്ല്, ക്ലോപ്പ 2 കില്ല്, മാംബ 3 കില്ല്, ഡിമോസ് RDF 3 കില്ല്, ടോബി സിനുസ്റ്റ അവര് 0 കില്ലാണ്. വെനം ഗെയിമിങ്ങും 0 കില്ല്. കുണുവാവ ആൻഡ് ടീം ഇന്ന് ഫൈറ്റ് എടുക്കാൻ ശ്രമിച്ചു, എന്നാൽ സോണിന് പുറത്തായി പോകുന്നു. അല്ല, അവര് സാൻഡ്വിച്ച് മോഡലായി പോകുന്നു, തീരുന്നു. അങ്ങനെ കുണുവാവ ഒരു കില്ല്, KL60 1 കില്ല്, വൈപ്പർ 1 കില്ല്, കില്ലർ വർഷ അവരാണ് ടോൾഡ് യു ആൻഡ് ടീമിനെ ഫിനിഷ് ചെയ്തത്. ടോൾഡ് യു അമ്പാന് മാത്രമായിരുന്നു ഇന്ന് സ്ക്വാഡിൽ ഉണ്ടായിരുന്നത്. സാത്താൻ ബ്ലൈൻഡിന്റെ ടീം എഗെയിൻ ഇന്ന് 1 കില്ലും ഇല്ലാതെ ഫിനിഷ് ആവുന്നു. ടീം സോറോയിലെ സോറോ 2 കില്ല്, ടൈക്കോ 2 കില്ല്, PB0 നൂബി 0 കില്ല്, ബ്ലൈൻഡ് 2 കില്ല്. ബ്ലൈൻഡ് നല്ലൊരു ഫൈറ്റ് എടുത്തിരുന്നു. അടിച്ചു കയറി ദീനു ആൻഡ് ടീം ആരോ അവര് 0 കില്ലാണ്. എസ്റ്റോൺസ് ഒക്കെ NESന്റെ ടീമിന്റെ നിയോൺ 2 കില്ല്, സോറോ 1 കില്ല്, വെനം 0 കില്ല്. ടോൾഡ് യു അംബാൻ 2 പേരും 3 കില്ല് വീതം. ഫസ്റ്റ് തന്നെ ഫൈറ്റ് എടുക്കാനുള്ള ശ്രമമായിരുന്നു. അവർ നോക്കിപ്പോയത് കാർണേജ് ടീമിനെ നോക്കിയായിരുന്നു. എന്നാൽ അവരുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത സ്ഥലത്താണ് അവർ ഇറങ്ങിയത്. അർജുൻ ആൻഡ് ടീം അവരും 0 കില്ല്. LG സ്പൈഡി ആൻഡ് ടീം വരുന്നു. വിസാർഡ്, ബോസ്കോ, ഡാൻ അവരെല്ലാം 0 കില്ലാണ്. ദാസൻ വിജയൻ 1 കില്ല് വീതം എടുത്തിരുന്നു. ബാപ്പോട്ടി 0, അവരുടെ ടീം ഫുള്ള് 0 കില്ലാണ്. CG കാർണേജിന്റെ സെക്കൻഡ് ടീം 0 കില്ലാണ്. PBZ 0 കില്ല്. റോളക്സ് അവരാണ് ആദ്യം തീർന്നത്. റോളക്സ് ആൻഡ് ടീം 0 കില്ലാണ്. ഓക്കെ, സൈനിങ് ഔട്ട്, സെറോക്സ് ഗെയിമിംഗ്. എല്ലാവർക്കും നെക്സ്റ്റ് ലൈവിൽ കാണാം. പ്ലീസ് സപ്പോർട്ട് ആൻഡ് like my videos. Okay guys, subscribe my channel. Bye, good night.